ഹായ് ഹലോ എവ്രി വൺ വെൽക്കം ബാക്ക് ടു സൈലം ലേണിംഗ്. ഞാൻ നിങ്ങളുടെ അനുമിസ് ആണ്. നമ്മൾ ഇന്ന് പഠിക്കാൻ പോകുന്നത് എക്സാമിന് ഷുവർ ആയിട്ട് ചോദിക്കാൻ പോകുന്ന ഒരു ടോപ്പിക്കാണ് എംപെരിക്കൽ ഫോർമുല ആൻഡ് മോളിക്കുലർ ഫോർമുല. ന്യൂമറിക്കൽസ് ചോദിക്കുന്ന ഒരു ഭാഗമാണ്. ഒരുപാട് പേർക്ക് ഭയങ്കര പേടിയുള്ള അല്ലെങ്കിൽ ടെൻഷനുള്ള ഭാഗമാണ്, പക്ഷെ വളരെ ഈസി ആയിട്ട് മിസ് ഒന്ന് പഠിപ്പിച്ചു തരും കേട്ടോ. അപ്പൊ എന്താണ് എംപെരിക്കൽ ഫോർമുല, എന്താണ് മോളിക്കുലർ ഫോർമുല എന്ന് ആദ്യം പഠിക്കണം. എംപെരിക്കൽ ഫോർമുല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളുടെ ഒരു കോമ്പൗണ്ട് എടുത്താൽ അതിലുള്ള ആറ്റംസിന്റെ സിംപ്ലസ്റ്റ് ആയിട്ടുള്ള ഹോൾ നമ്പർ റേഷ്യോനെയാണ്, അല്ലെങ്കിൽ സിംപ്ലസ്റ്റ് ആയിട്ട് നമ്മൾ അതിനെ എഴുതുന്നതിനെയാണ് നമ്മൾ അതിനെ എംപെരിക്കൽ ഫോർമുല എന്ന് വിളിക്കും. ഇനി മോളിക്കുലർ ഫോർമുല എന്ന് പറഞ്ഞാൽ കറക്റ്റ് അതിനകത്തുള്ള നമ്പർ ഓഫ് ആറ്റംസ് ഒക്കെ കാണിച്ച് നമ്മൾ എഴുതുന്ന ഫോർമുലയാണ് മോളിക്കുലർ ഫോർമുല. ഒരു എക്സാമ്പിൾ വെച്ച് മിസ് പഠിപ്പിച്ചു തരാം. നമ്മുടെ ഗ്ലൂക്കോസ് ചേട്ടനെ എടുക്കുകയാണെങ്കിൽ ഗ്ലൂക്കോസിന്റെ മോളിക്കുലർ ഫോർമുല എത്രയാണ് വരുന്നത്? C6H12O6 എന്നാണ് ഗ്ലൂക്കോസിന്റെ മോളിക്കുലർ ഫോർമുല വരുന്നത്. അപ്പൊ ഇവിടെ നമ്മൾ നോക്കുകയാണെങ്കിൽ ഗ്ലൂക്കോസിൽ 6 കാർബണും 6 ഓക്സിജനും അതുപോലെ 12 ഹൈഡ്രജനും ഉണ്ട്. അതാണ് ഗ്ലൂക്കോസ്. പക്ഷെ ഞാൻ ഇതിൽ നോക്കിക്കഴിഞ്ഞാൽ കോമൺ ആണ് അല്ലെ, 6 ഇവിടെ കോമൺ ആണ് അല്ലെ. അപ്പൊ എല്ലാവരുടെ അടുത്തും 6 ഞാൻ പുറത്തെടുത്തു എന്ന് വിചാരിക്കും. എല്ലായിടത്തും ഞാൻ 6 പുറത്തെടുത്തു, എന്നിട്ട് ഞാൻ ബാക്കി എഴുതുകയാണ്. 6നെ പുറത്തെടുത്തു കഴിഞ്ഞാൽ കാർബൺ എങ്ങനെയാ? കാർബൺ ഒറ്റയ്ക്കാണ്. ഇനി ഹൈഡ്രജൻ എങ്ങനെയാവും? H2 ആകും. ഓക്സിജൻ എങ്ങനെയാകും? ഓക്സിജനും ഒറ്റയ്ക്കാവും. അപ്പം 6 × CH2O എഴുതി കഴിഞ്ഞാൽ നമുക്ക് എന്ത് കിട്ടി? മോളിക്കുലർ ഫോർമുല C6H12O6 കിട്ടി അല്ലെ. അപ്പൊ ഈ CH2O ഇല്ലേ, അതാണ് അതിന്റെ എംപെരിക്കൽ ഫോർമുല എന്ന് പറയുന്നത്. അതായത് സിംപ്ലസ്റ്റ് ആയിട്ടുള്ള റേഷ്യോ. നമ്മൾ ശരിക്കുള്ള മോളിക്കുലർ ഫോർമുലേനെ ഒന്നും കൂടെ സിമ്പിൾ ആക്കി കോമൺ ഫാക്ടറിനെ ഒക്കെ കട്ട് ചെയ്ത് കളഞ്ഞു കഴിഞ്ഞാൽ കിട്ടുന്ന ആളാണ് എംപെരിക്കൽ ഫോർമുല. അപ്പൊ നമ്മളുടെ അടുത്ത് എക്സാമിന് എംപെരിക്കൽ ഫോർമുലയും മോളിക്കുലർ ഫോർമുലയും കണ്ടുപിടിക്കാനായിട്ട് ചോദിക്കും. അപ്പൊ നമ്മൾ ഇപ്പൊ പഠിച്ച കാര്യമില്ലേ, അതാണ് ഇവിടെ ദാ ഈ പെട്ടിയിലാക്കി മിസ് വെച്ചിരിക്കുന്നത്. മോളിക്കുലർ ഫോർമുല എന്ന് പറഞ്ഞാൽ എംപെരിക്കൽ ഫോർമുല ഇൻറ്റു ഒരു n ആണ്. ഈ n എവിടെ നിന്ന് കിട്ടും അല്ലെ? ഈ n ആണ് നമ്മൾ ഇവിടെ 6 എഴുതിയത്. ആ 6 ആണ് എന്ന് പറയണേ. എന്ന് പറഞ്ഞാൽ ആരാ? എന്ന് പറഞ്ഞാൽ ഞാനാണ്. ഞാനോ ഞാനോ മിസ്? യെസ്, എന്ന് പറഞ്ഞാൽ ഞാനാണ്. n is equal to me. ആരാണ് n? m/e. n എന്ന് പറഞ്ഞാൽ ഞാനാണ്. n is equal to m/e. m ആരാടാ? m is the molecular formula mass അല്ലെ. m/e. m is the molecular formula mass divided by e ആരാടാ? e is the empirical formula mass. എന്ന് പറഞ്ഞാൽ ആരാണ്? n is me എന്ന് ഓർത്താൽ മതി. m divided by e. m is molecular formula mass divided by empirical formula mass. മിസ് മോളിക്കുലർ ഫോർമുല മാസ് എവിടെ നിന്ന് കിട്ടും മിസ്? ക്വസ്റ്റനിൽ തരും. m എപ്പോഴും എങ്ങനെയാ തരിക? ഇത് മോസ്റ്റ്ലി നമുക്ക് എന്ത് വരും? ഗിവൺ ഇൻ ക്വസ്റ്റൻ ക്വസ്റ്റനിൽ തരും. ഇനി എംപെരിക്കൽ ഫോർമുല മാസ് എവിടെ നിന്ന് കിട്ടും മിസ്? നമ്മൾ കണ്ടുപിടിക്കടാ. നമ്മൾ കണ്ടുപിടിക്കും. എംപെരിക്കൽ ഫോർമുല മാസ് നമ്മൾ കണ്ടുപിടിക്കും. അപ്പൊ നമുക്ക് ചോദ്യം ചെയ്യാം. ചോദ്യം ചെയ്താണ് നമ്മൾ പഠിക്കുന്നത് അല്ലെ. ചോദ്യങ്ങളെ നമ്മൾ നേരിട്ടാണ് നമ്മൾ പഠിക്കുന്നത്. കാൽക്കുലേറ്റ് ദ എംപെരിക്കൽ ഫോർമുല ഓഫ് എൻ ഓർഗാനിക് കോമ്പൗണ്ട് കണ്ടെയ്നിങ് 52.2% കാർബൺ. ഓക്കെ. 13% ഹൈഡ്രജൻ. ഓക്കെ. റെസ്റ്റ് ഇസ് ഓക്സിജൻ. ഓക്കെ. അപ്പൊ ഇനി എന്ത് ചെയ്യണം എന്നറിയോ? പെട്ടി വരയ്ക്കണം. പെട്ടിക്കടകൾ പെട്ടി വരച്ചാണ് ചെയ്യേണ്ടത്. ശ്രദ്ധിച്ച് കേൾക്കണം. നമ്മൾ ബോക്സ് വരയ്ക്കുന്ന സമയത്ത് നമ്മൾ എങ്ങനെയാ? ഇതേപോലെ മിസ് പഠിപ്പിച്ചു തരുന്ന പോലെ ബോക്സ് വരച്ചാൽ ഈസിയാണ്. ആദ്യം നമ്മൾ എന്ത് ചെയ്തു? എലമെന്റുകളെ നിരത്തി എഴുതി കൊടുക്കണം. അപ്പൊ ആദ്യത്തെ ബോക്സ് എന്താണ്? എലമെന്റ് എന്ന് പറഞ്ഞ് ബോക്സ് വരച്ചു. എന്നിട്ട് നമ്മളുടെ ക്വസ്റ്റനിൽ തന്നിരിക്കുന്ന എലമെന്റ് കാർബൺ, ഹൈഡ്രജൻ, ഓക്സിജൻ എഴുതി കൊടുത്തു. രണ്ടാമത് അവരുടെ പെർസെന്റേജ് അതും എഴുതി കൊടുത്തു. അത് എവിടെ നിന്ന് കിട്ടും മിസ്? ക്വസ്റ്റനിൽ തന്നിട്ടുണ്ട്. കാർബണിന്റെയും ഹൈഡ്രജന്റെയും പെർസെന്റേജ് ക്വസ്റ്റനിൽ തന്നിട്ടുണ്ട്. ബാക്കി റെസ്റ്റ് ഓക്സിജൻ എന്ന് പറഞ്ഞാൽ 100%ൽ നിന്ന് 52.2 + 13 മൈനസ് ചെയ്ത് കഴിഞ്ഞാൽ ബാക്കിയുള്ള ആളാണ് ഓക്സിജന്റെ പെർസെന്റേജ് എന്ന് പറയുന്നത്. അത് 34.8% ആണ്. അപ്പം എലമെന്റുകള്, അത് കഴിഞ്ഞ് പെർസെന്റേജ്, ദെൻ അവരുടെ അറ്റോമിക് മാസ് നമ്മൾ എഴുതി കൊടുക്കണം. അവരുടെ അറ്റോമിക് മാസുകൾ നമ്മൾ എന്ത് ചെയ്തു? എഴുതി കൊടുത്തു. ഇനി എന്ത് ചെയ്യുക? റിലേറ്റീവ് റേഷ്യോ കണ്ടുപിടിക്കണം. റിലേറ്റീവ് റേഷ്യോ എങ്ങനെയാണ് കണ്ടുപിടിക്കേണ്ടത് എന്ന് വെച്ചാൽ പെർസെന്റേജ് ഡിവൈഡഡ് ബൈ അറ്റോമിക് മാസ് ചെയ്താൽ നമുക്ക് റിലേറ്റീവ് റേഷ്യോ കിട്ടും. അപ്പൊ 52.2 ഡിവൈഡഡ് ബൈ 12, 13 ഡിവൈഡഡ് ബൈ 1, 34.8 ഡിവൈഡഡ് ബൈ 60. ഇത് ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് എന്ത് കിട്ടി? ഇതിന്റെ വാല്യൂ കാൽക്കുലേറ്ററിൽ അടിച്ചു കൊടുത്തു കഴിഞ്ഞാൽ ഇവരുടെയൊക്കെ വാല്യൂസ് നമുക്ക് കിട്ടും. അതാണ് റിലേറ്റീവ് റേഷ്യോ. അപ്പൊ ഇവരുടെ വാല്യൂസ് നമുക്ക് എന്ത് കിട്ടി? 4.35, 13 ആൻഡ് 2.175 കിട്ടി. ഇനി ഇതിൽ എന്ത് ചെയ്യണം? ഇതിൽ ഏറ്റവും സ്മോളസ്റ്റ് ആയിട്ടുള്ള വാല്യൂ നമ്മൾ എടുത്തു.
ഏറ്റവും ചെറിയ വാല്യൂ, റിലേറ്റീവ് റേഷ്യോയില് ഏറ്റവും ചെറിയ വാല്യൂ നമ്മൾ എടുക്കുക. എന്നിട്ട് എന്ത് ചെയ്യാന്നറിയോ, ആ ചെറിയ വാല്യൂ വെച്ച് എല്ലാവരെയും ഡിവൈഡ് ചെയ്യുമ്പം നമുക്ക് സിമ്പിൾ ഹോൾ നമ്പർ റേഷ്യോ കിട്ടും. ശ്രദ്ധിക്കുക, അത് ഹോൾ നമ്പർ ആയിരിക്കണം, ഇന്റിജർ ആയിരിക്കണം, അതായത് ഡെസിമൽ വാല്യൂസ് ആവാൻ പാടില്ല. ഇറ്റ് ഷുഡ് ബി എ ഹോൾ നമ്പർ. 1 2 3 4 5 6 എന്ന് പറയുന്ന നമ്പർ ആയിരിക്കണം. 1.2 1.5 1.8 ഒന്നും വരാൻ പാടില്ല. അത് വളരെ വളരെ ഇമ്പോർട്ടൻറ്റ് ആണ്. ഓക്കെ, അപ്പൊ ഇപ്പം 2ന്റെ അടുത്ത് ഇപ്പൊ 1.9 എന്നുള്ളൊരു വാല്യൂ നിങ്ങൾക്ക് കിട്ടുകയാണെങ്കിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, അതിനെ 2 ആയിട്ട് റൗണ്ട് ചെയ്യാം. ഇനി 1.2 എന്നൊരു വാല്യൂ കിട്ടുകയാണെങ്കിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, അതിനെ 1.2നെ 1 ആയിട്ട് റൗണ്ട് ചെയ്യാനായിട്ട് പറ്റും. ഓക്കെ, അപ്പൊ 1.5 എന്നുള്ളൊരു വാല്യൂ കിട്ടുകയാണെങ്കിലോ അതിനെ നിയറസ്റ്റ് ആയിട്ടുള്ള ഇന്റിജർ ആക്കി, നിയറസ്റ്റ് ആയിട്ടുള്ള ഹോൾ നമ്പർ ആക്കി മാറ്റണം. അത് നമ്മൾ അടുത്ത ക്വസ്റ്റനിൽ ചെയ്യും. അപ്പൊ പേടിക്കേണ്ട, മിസ് കാണിച്ചു തരാം എങ്ങനെയാണ് ചെയ്യേണ്ടത്. അപ്പൊ ഈ ക്വസ്റ്റൻ നോക്കിക്കേ, സിമ്പിൾ ഹോൾ നമ്പർ റേഷ്യോ ആയിട്ട് മാറ്റണമെങ്കിൽ എന്ത് ചെയ്യുക, ഇതിൽ ഏറ്റവും സ്മോളസ്റ്റ് ആയിട്ടുള്ള വാല്യൂനെ എടുക്കുക. ആരാണ് സ്മോളസ്റ്റ് എന്ന് പറയുന്നത്, ഇവനെയാണ്. അപ്പൊ ഇവനെ വെച്ച് എല്ലാവരെയും ഡിവൈഡ് ചെയ്യുക. 4.335 4.35 ഡിവൈഡഡ് ബൈ 2.175. അത് ചെയ്യുമ്പോൾ നമുക്ക് 2 ആൻസർ കിട്ടും. ഓക്കെ, 13 ഡിവൈഡഡ് ബൈ 2.175, അപ്പൊ നമുക്ക് 6 എന്ന് കിട്ടും. ഇനി 2.175 ഡിവൈഡഡ് ബൈ 2.175 ചെയ്യുമ്പോൾ 1 എന്ന് ആൻസർ കിട്ടും. അപ്പൊ നമുക്കിനി എംപിരിക്കൽ ഫോർമുല എഴുതി കൊടുക്കാലോ. ഈ എഫ് എന്ന് ഞാൻ എഴുതുന്നത് എന്താടാ, എംപിരിക്കൽ ഫോർമുല എന്നാണ് കേട്ടോ. അപ്പൊ നോക്കിക്കേ, കാർബൺ 2 കാർബൺ, C2, ഹൈഡ്രജൻ 6 ഹൈഡ്രജൻ, ഓക്സിജൻ ഒരെണ്ണം, C2H6O എന്ന് പറഞ്ഞിട്ട് എനിക്ക് ആരെ കിട്ടി, നമ്മുടെ എംപിരിക്കൽ ഫോർമുലേനെ കിട്ടിയല്ലോ, കിട്ടി. ഇനി നമ്മൾ എന്ത് ചെയ്യണം, ഒന്നും ചെയ്യണ്ട, എംപിരിക്കൽ ഫോർമുല കണ്ടുപിടിക്കാനാണ് ക്വസ്റ്റ്യൻ. ആൻസർ കിട്ടി. അങ്ങനെയാണെങ്കിൽ നമുക്ക് അടുത്ത ചോദ്യം ചെയ്യാം. ഡിറ്റർമിൻ ദ എംപിരിക്കൽ ഫോർമുല ഓഫ് an oxide of iron which has 69.9% iron and 30.1% oxygen. അപ്പൊ അറ്റോമിക് മാസ് ഓഫ് Fe 55.85 എന്ന് തന്നിട്ടുണ്ട്. നമ്മൾ എന്ത് ചെയ്തു, പെട്ടി വരച്ചല്ലോ, എഫയും ഓക്സിജനും വെച്ച് പെട്ടി വരച്ചു. അറ്റോമിക് മാസ് ഓഫ് Fe ക്വസ്റ്റനിൽ തന്നിട്ടുണ്ടായിരുന്നു, ഓക്സിജന്റെ 16 ആണ്. ഇനി എന്ത് ചെയ്യുക, കാൽക്കുലേറ്റർ എടുക്കുക, ഇവരെ ഡിവൈഡ് ചെയ്യുക കേട്ടോ. ഇവരെ ഡിവൈഡ് ചെയ്ത് നമുക്ക് ആൻസർ കണ്ടുപിടിക്കേണ്ടതാണ്. അപ്പൊ 69.9 ഡിവൈഡഡ് ബൈ 55.85 ചെയ്യാൻ നേരത്ത് നമുക്ക് ആൻസർ കിട്ടുന്നത് 1.25 ആണ്. ഇവിടെയോ 30.1 ഡിവൈഡഡ് ബൈ 16 ചെയ്യാൻ നേരത്ത് നമുക്ക് ആൻസർ കിട്ടുന്നത് 1.88 ആണ്. രണ്ടിലും ചെറിയ വാല്യൂ ആരാണ്, ചെറിയ വാല്യൂ ഇസ് 1.25 ആണ് അല്ലെ. അപ്പൊ ഈ 1.25 വെച്ച് 1.25 ഡിവൈഡഡ് ബൈ 1.25 ചെയ്യാൻ നേരത്ത് നമുക്ക് 1 എന്ന് കിട്ടി. ഇവിടെ 1.88 ഡിവൈഡഡ് ബൈ 1.25 ചെയ്യാൻ നേരത്ത് നമുക്ക് 1.5 എന്ന് കിട്ടും അല്ലെ. അപ്പൊ നേരത്തെ ഞാൻ പറഞ്ഞു 1.2 കിട്ടിയാൽ നമുക്ക് അതിനെ 1ലേക്ക് റൗണ്ട് ചെയ്യാം. 1.8 1.7 1.9 ഒക്കെ കിട്ടിക്കഴിഞ്ഞാൽ നമുക്ക് അതിനെ 2ലേക്ക് റൗണ്ട് ചെയ്യാം. പക്ഷെ 1.5 എന്ന് പറയുമ്പോൾ നമുക്ക് അതിനെ എന്ത് ചെയ്യണം, നിയറസ്റ്റ് ഹോൾ നമ്പർ ആക്കണം അല്ലെ. ഇവിടെ ഹോൾ നമ്പർ റേഷ്യോ ആണ്. അപ്പൊ നമ്മൾ എന്താ ചെയ്യാന്നറിയോ, ഇതിനെ രണ്ടിനെയും കൂടി എന്ത് ചെയ്യുക, 2 വെച്ച് മൾട്ടിപ്ലൈ ചെയ്യാം. കാരണം 1.5നെ അടുത്ത നമ്പർ ആക്കണമെങ്കിൽ എന്ത് ചെയ്യാം, 1.5ന്റെ ഇരട്ടി എടുത്തു കഴിഞ്ഞാൽ 3 ആയില്ലേ. നിയറസ്റ്റ് ആയിട്ടുള്ള ഹോൾ നമ്പർ ആക്കണം അല്ലെ. ഇപ്പൊ 1.5 into 2 ചെയ്ത് കഴിഞ്ഞാൽ എന്താണ്, 1.5 into 2 is equal to 3 ആയിട്ട് മാറി അല്ലെ. അപ്പൊ ഇതെന്തായിട്ട് മാറി, നിയറസ്റ്റ് ഹോൾ നമ്പർ ആക്കാൻ നേരത്ത് നമുക്ക് ഇവിടെ എന്ത് കിട്ടി, 2ഉം 3യും കിട്ടി. അപ്പൊ നമുക്ക് എന്താണ് എംപിരിക്കൽ ഫോർമുല വരുന്നത്, Fe2O3 എന്ന് പറഞ്ഞിട്ട് എംപിരിക്കൽ ഫോർമുല കിട്ടി. അങ്ങനെയാണെങ്കിൽ നമുക്ക് അടുത്തൊരു ക്വസ്റ്റനും കൂടി ചെയ്ത് കഴിഞ്ഞാൽ ടോപ്പിക് കംപ്ലീറ്റ് ആയി. മോളിക്കുലർ ഫോർമുല കണ്ടുപിടിക്കണം. നോക്കിക്കേ. Calculate the molecular formula of an organic compound containing 80% carbon, 20% hydrogen by mass. കണ്ടോ, മോളാർ മാസ് നമുക്ക് തന്നിട്ടുണ്ട്. മോളാർ മാസ് നമുക്ക് എന്തിനാ തന്നിരിക്കുന്നത്, n കണ്ടുപിടിക്കാനാണ്. n is equal to ആരാണ്, ഞാനാണ്, m/e അല്ലെ. മോളാർ മാസ് ബൈ എംപിരിക്കൽ ഫോർമുല മാസ് ആണ്. n-ന്റെ വാല്യൂ കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ടാണ് നമുക്ക് ഈ മോളാർ മാസ് തന്നിരിക്കുന്നത്. അപ്പൊ നമുക്ക് എന്ത് ചെയ്യാം, ആദ്യം എംപിരിക്കൽ ഫോർമുല കണ്ടുപിടിക്കാം. അപ്പൊ ഇവിടെ നമുക്ക് കാർബന്റെയും ഹൈഡ്രജന്റെയും പെർസെന്റേജ് തന്നിട്ടുണ്ട്. കാർബൺ 12 ആണ്, ഹൈഡ്രജൻ 1 ആണ്. റിലേറ്റീവ് റേഷ്യോ നമ്മൾ എടുക്കാൻ നേരത്ത് ഇവിടെ 80 ഡിവൈഡഡ് ബൈ 12 ചെയ്യാൻ നേരത്ത് നമുക്ക് 6.66 കിട്ടും. 20/1 20 കിട്ടും. ഇതിൽ ചെറിയ വാല്യൂ 6.66 ആണ്. അത് വെച്ച് ഡിവൈഡ് ചെയ്യാൻ നേരത്ത് ഇവിടെ നമുക്ക് 1 എന്ന് കിട്ടും. ഇവിടെ 20 ഡിവൈഡഡ് ബൈ 6.66 ചെയ്യാൻ നേരത്ത് നമുക്ക് 3 എന്ന് കിട്ടും.
അപ്പൊ എംപിരിക്കൽ ഫോർമുല നമുക്ക് എന്ത് കിട്ടും? എംപിരിക്കൽ ഫോർമുല ഒരു കാർബണും 3 ഹൈഡ്രജനും എന്ന് പറഞ്ഞ് CH3 എന്ന് കിട്ടും അല്ലെ? എംപിരിക്കൽ ഫോർമുല CH3 കിട്ടി. ഇനി എംപിരിക്കൽ ഫോർമുലയുടെ മാസ് കണ്ടുപിടിക്കണ്ടേ? എംപിരിക്കൽ ഫോർമുലയുടെ മാസ് എത്രയാ കിട്ടുന്നത്? ഒരു കാർബണിന്റെ 12 ആണ്, 3 ഹൈഡ്രജന്റെ 3 ആണ്, 15 കിട്ടി, 15 ഗ്രാംസ് കിട്ടി അല്ലെ? അപ്പൊ ഇനി N കണ്ടുപിടിക്കാം. N is equal to M/E ആണ് അല്ലെ? മോളാർ മാസ് ബൈ എംപിരിക്കൽ ഫോർമുല മാസ്. മോളാർ മാസ് എത്ര തന്നിട്ടുണ്ട് ക്വസ്റ്റ്യനില്? മോളാർ മാസ് 30 എന്ന് തന്നിട്ടുണ്ട്. അപ്പൊ 30 ഡിവൈഡഡ് ബൈ 15 ദാറ്റ് ഇസ് ഈക്വൽ ടു 2 എന്ന് പറഞ്ഞ N കിട്ടി. ഇനിയിപ്പോ മോളിക്കുലർ ഫോർമുല ഇസ് ഈക്വൽ ടു 2 times CH3 എന്ന് വരും. ദാറ്റ് ഇസ് ഈക്വൽ ടു C2H6 എന്ന് പറഞ്ഞ നമുക്ക് മോളിക്കുലർ ഫോർമുല കിട്ടി. സിമ്പിൾ ആയിട്ട് നമ്മൾ എംപിരിക്കൽ ഫോർമുല കണ്ടുപിടിക്കാനും മോളിക്കുലർ ഫോർമുല കണ്ടുപിടിക്കാനും പഠിച്ചു. അപ്പൊ ഇതേപോലത്തെ ക്വസ്റ്റ്യൻസിന്റെ വേരിയേഷൻസ് ആണ് നിങ്ങൾക്ക് വരിക. ജസ്റ്റ് പെർസെന്റേജ് മാറി മാറി വരും. അപ്പൊ എന്ത് ചെയ്യാം? എല്ലാവരും ഫ്രണ്ട്സിനൊക്കെ ഷെയർ ചെയ്യുക. ഓൾ ദി ബെസ്റ്റ് ഫോർ യുവർ എക്സാംസ്. ഇനി എന്തെങ്കിലും സ്പെസിഫിക് ടോപ്പിക്സ് നിങ്ങൾക്ക് വേണമെങ്കിൽ എന്ത് ചെയ്യുക? ഈ വീഡിയോയുടെ അടിയിൽ കമന്റ് ചെയ്യുക. മിസ് ആ ടോപ്പിക്സിന്റെ വീഡിയോസ് ആയിട്ട് വരാം. ഓൾ ദി ബെസ്റ്റ് എവറി വൺ.